അറിയില്ല. ബട്ട് ദർ ഇസ് എ ഹോപ്പ്. ഡെഫിനറ്റ്ലി അതിനകത്ത് അവർ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്രയോ ലക്ഷം വനിതകളെ ഇതേപോലെ തിരിച്ചു തൊഴിൽ മേഖലയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അപ്സ്കില്ലിംഗ് ഒരു പ്ലാറ്റ്ഫോം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നെക്സ്റ്റ് പ്രോഗ്രാമിൽ വേണമെങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് ഐ വിൽ ഷെയർ. എനിക്ക് ഇപ്പം ഓഫ് ഹാൻഡ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, സോറി. ഓക്കെ ഡോക്ടർ ചന്ദ്ര, അങ്ങനെ അത് നമുക്ക് മറ്റൊരു ചർച്ചയിൽ ചെയ്യാം. ഇനി സംസാരിക്കാനുള്ളത് ആരാണ്? ഗായത്രി? ഗീതു ആണ്. ഓക്കെ, ഗീതു. എനിക്ക് 2 കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, ഹൗ ഡു ഐ ഡു മൈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒന്ന്, പിന്നെ എൻ്റെ കരിയർ ബിൽഡിംഗ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് കൂടി കൊടുക്കാൻ താല്പര്യമുണ്ട്. സോ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ മോസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് ഡോക്ടർ ചന്ദ്ര ആൻഡ് ആദ്ര ഹാസ് കവേർഡ്. സോ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് മണി, ഒരു ലംസം പോലെ എമൗണ്ട് ഉണ്ടായ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പല പല ബാങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പയർ ചെയ്തു. പിന്നെ ആൾക്കാരോട് സംസാരിച്ചു. ഞാൻ ആദ്യം മനസ്സിലാക്കി പ്രൈവറ്റ് ബാങ്കിനേക്കാളും മറ്റു ബാങ്കിനേക്കാളും കോപ്പറേറ്റീവ് ബാങ്ക്സിൽ ഒരു ഹയർ, ബെറ്റർ ദാൻ അതർ ബാങ്ക്സ് ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു FD പോലെ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഐ വാസ് ഗെറ്റിംഗ് എ ഗുഡ് എമൗണ്ട് ഓഫ് റിട്ടേൺ, ലൈക്ക് ഹാഫ് ഇയർലി ഓർ ക്വാർട്ടർലി ഐ വാസ് ഗെറ്റിംഗ് ഇറ്റ്. അതാണ്. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഓക്കെ, ഒരു മന്ത്ലി ഓക്കെ, എനിക്ക് കുറേ എക്സ്പെൻസ് എൻ്റെ കയ്യിൽ അക്കൗണ്ടിൽ ഇരിക്കുമ്പോൾ ഓക്കെ, എനിക്ക് ഞാൻ സാലറീഡ് ആണ്. അപ്പോൾ മന്ത്ലി ഇൻകമാണ് വരുന്നത്. ഐ എം എ ബിസിനസ് അനലിസ്റ്റ് ഇൻ IT കമ്പനി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു SIP പോലെ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നിയപ്പോൾ ഞാനൊരു മ്യൂച്വൽ ഫണ്ടാണ് പ്രിഫർ ചെയ്തത്. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കണ്ട് നന്നായി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു ഞാൻ അത് ചെയ്യുന്നതിന് മുമ്പ്. മറ്റു ആൾക്കാരും ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തെങ്കിലും അവരുടെ ഒരു കാറ്റലോഗ് വെച്ച് എന്തൊക്കെയാണ് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എന്താണ് അതിൻ്റെ റിസ്ക്, ആ പെർസെൻറ്റേജ്. അപ്പോൾ അതാണ് ആദ്യം നോക്കേണ്ടത്. അവർ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ മീറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ചെയ്തത് ജിയോജിത്ത് ആയിരുന്നു. അപ്പോൾ അതിൽ അവരൊരു പോർട്ട്ഫോളിയോ തരും, അല്ലെങ്കിൽ ഒരു കാറ്റലോഗ് തരും. അതിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും റേറ്റ് ഓഫ് റിട്ടേണും പിന്നെ അതിൻ്റെ റിസ്ക് എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജും പിന്നെ അതിൻ്റെ റേറ്റിങ്ങും തരും. അപ്പോൾ നമുക്കൊരു കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മ്യൂച്വൽ ഫണ്ടിൻ്റെ ആ ഒരു റിസ്ക് എലമെന്റ് പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആണ്. അതായത് അതിൻ്റെ പല പല ഇക്വിറ്റിയുടെയും കമ്മോഡിറ്റീസിൻ്റെയും ഒക്കെ ഒരു കൂട്ടിച്ചേർത്ത് ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി അനലറ്റിക്സും കുറച്ച് കെയർഫുള്ളി ചെയ്ത് റെഗുലേറ്ററി കോംപ്ലയൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിലും വളരെ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതിൽ റിസ്ക് എന്ന് പറയുന്നത് മറ്റ് സ്റ്റോക്ക് ട്രേഡിംഗ് പോലെ വെച്ച് നോക്കുമ്പോൾ അതിൽ റിസ്ക് എന്ന് പറയുന്നത് ആവറേജ് ആണ്. ആവറേജ് റിസ്ക്കും ആവറേജ് റിട്ടേൺ ആണ് കമ്പയർഡ് ടു എ സ്റ്റോക്ക് ട്രേഡിംഗ് വാട്ട് വി ഡു. ഓക്കെ, അപ്പോൾ അതൊരു സേഫ് ഓപ്ഷനാണ്. പിന്നെ വേറൊരു ബെറ്റർ കാര്യം മ്യൂച്വൽ ഫണ്ട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മന്ത്ലി ഒരു 500 മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് വരെ സ്റ്റാർട്ട് ചെയ്യാന്നാണ് കേട്ടുള്ളത്. ഞാൻ ചെയ്യുന്നത് 5000 ആണ്. അപ്പോൾ 500 മുതൽ നമുക്കൊരു മന്ത്ലി അങ്ങനെ 500ഉം ഒരു 1000 ഒക്കെ ആകുമ്പോൾ നമുക്കറിയില്ല നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും പൈസ പോകുന്നത് നമ്മൾ അറിയില്ല. ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം നമുക്ക് നോക്കുമ്പോൾ ഒരു എമൗണ്ട് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞൊരു കോൺസ്റ്റന്റ് ചെക്കിങ്, അതായത് ഓരോ വർഷം കഴിയുന്തോറും അല്ലെങ്കിൽ ഒരു പീരീഡ് കഴിയുന്തോറും അതിന്റെ റേറ്റിംഗ് മാറും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറും. അത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ വഴി ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു കോൺടാക്ട് പേഴ്സൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് ഇപ്പോഴത്തെ അപ്പോൾ ഇത് കാറ്റലോഗ് ഒന്ന് സെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം എന്താണ് നമ്മളെ പെർസെൻറ്റേജ് ചെയ്തത് ഇതെന്നുള്ളത്, അത് ഇപ്പോഴെന്താണ് കിട്ടുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഈ മ്യൂച്വൽ ഫണ്ടിൽ എന്താ വെച്ചാൽ ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ കൊടുക്കുന്നെങ്കിലും നമുക്ക് എപ്പോഴും ബ്രേക്ക് ചെയ്യാം, വേറെ പ്രത്യേകിച്ച് നമ്മൾ റൂളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അതിൻ്റെ റേറ്റ് താഴെ വയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് അതിൻ്റെ പൈസ അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ അത്ര പേടിക്കാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പോരാത്തതിന് നമ്മൾ FD പോലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് അത്ര എമൗണ്ട് വേണം. ആ ഒരു എമൗണ്ടിൻ്റെ ആവശ്യം ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ വരുന്നില്ല. പിന്നെ എസ്പെഷ്യലി എൻ്റെ കാര്യത്തിൽ നിന്ന് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഇപ്പോൾ കോവിഡിൻ്റെയും അതിനുശേഷം കോവിഡിൻ്റെ വന്നപ്പോഴേക്കും മാർക്കറ്റ് നന്നായിട്ട് താഴെ പോയി. അപ്പോൾ ആ സമയത്ത് മ്യൂച്വൽ ഫണ്ട് ആക്ച്വലി ബെനിഫിറ്റ് ചെയ്യുന്നത്. നമ്മളൊരു 5000 റുപ്പീസ് കൊടുക്കുമ്പോൾ ആ എത്ര ഇക്വിറ്റി എത്ര ഇതാണ് നമുക്ക് കിട്ടുന്നത്, സ്റ്റോക്കിൻ്റെ ഇതാണ് കിട്ടുന്നത്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് താഴേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടും ആ സമയത്ത്. പിന്നെ നമ്മൾ അതിൻ്റെ റിക്കവർ ചെയ്ത് മാർക്കറ്റ് റിക്കവർ ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ എമൗണ്ടും കൂടും. അപ്പോൾ നമ്മൾ ആ ഒരു മാർക്കറ്റ് ഡൗൺ ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ടിന് അത്രയും പറ്റുന്നില്ല. ആ പ്രൊഡക്റ്റ് നമ്മൾ നല്ല നോക്കി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അവിടെ ഒരു വലിയ ഒരു നഷ്ടം സംഭവിക്കുന്നില്ല. അപ്പോൾ ബെസ്റ്റ് തിങ് ഈസ് ലൈക്ക് ഓൾവേസ് കൺസൾട്ട് വിത്ത് എ ബ്രോക്കർ, ഡിസ്കസ് ഓൺ ദ പ്രോഡക്റ്റ് ആൻഡ് ചൂസ് വൈസ്ലി.
പക്ഷേ സ്റ്റോക്ക് മറ്റ് ഒരു ഇതിനേക്കാളും FDയെക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. അതിനൊരു ബെറ്റർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിട്ടേൺ കിട്ടുന്നതാണ് ഒന്ന്. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തത് സ്റ്റോക്ക് ട്രേഡിംഗ് ആണ്. സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുമ്പോഴും നമുക്ക് പറഞ്ഞ റിസ്ക് എലമെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിനെക്കുറിച്ച് പഠിക്കുക. ജസ്റ്റ് കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഇഷ്ടം പോലെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇഷ്ടംപോലെ ആപ്സ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആപ്പ് സ്റ്റോക്കും മറ്റ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, HDFC പോലുള്ള ബാങ്കുകളൊക്കെ. അതൊക്കെ വളരെ ഈസിയാണ്. അതിൻ്റെ HDFCയുടെ ആപ്പും ഉണ്ട്. അതൊക്കെ ഭയങ്കര സെക്യൂർഡും ആണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഗൂഗിളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഡെയിലി ഏതൊക്കെ ഇതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അറിയാത്തൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാവുന്ന, പിന്നെ നമുക്ക് ചിന്തിക്കാം ടു ബിഗ് ടു ഫെയിൽ. അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ SBI ആണ് കൊടുത്തത്. കാരണം SBI എനിവേസ് ഒരു മിനിമം റിട്ടേൺ ഓഫ് എനിക്ക് ഉണ്ടാവും. പിന്നെ അത് എന്തായാലും ഒരു മാർക്കറ്റിൽ ക്രാഷ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമല്ല. അത് ആ സമയത്താണ് പ്രൈവറ്റ് ഇത് മാറി പബ്ലിക്കും ആയത്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു FD കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ പറ്റും. അതൊരു ഈ പറഞ്ഞ പോലെ ഇതിലും കുറച്ചൊക്കെ റിസർച്ച് ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ട്രെൻഡ്, അതായത് 6 മാസം എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വർഷത്തെ എന്താണ് ചെയ്യുന്നത് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കാം. ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഷെയർ പ്രൈസ് SBI എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 വർഷം മുതലുള്ള അതിൻ്റെ ഇത് ട്രെൻഡ് കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആ ഗ്രാഫ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ചിലപ്പോൾ ചില ദിവസങ്ങൾ താഴെ ആയിരിക്കും, അത് പിന്നെ മുകളിലേക്ക് പോകുന്നറിയാം. കാരണം ഇൻ ദ ലോങ് റൺ അത് എന്തായാലും മുകളിലേക്ക് പോകാൻ നമുക്ക് നഷ്ടം വരില്ല. അപ്പോൾ നമുക്ക് എപ്പോഴാണോ സെല്ല് ചെയ്യേണ്ടെന്ന് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റ് എപ്പോഴാണോ കുറച്ച് അപ്പായിട്ട് പോകുന്നത്, നമുക്ക് സെല്ല് ചെയ്യാൻ 2 ഡേയ്സിൽ അതിൻ്റെ ക്ലിയർ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. പക്ഷേ ചൂസ് വൈസ്ലി ഏത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മളൊരു FDയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനേക്കാളും മച്ച് ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ എപ്പോഴും ഒരു FD പോലെ ഒരു സംഭവം കുറച്ചെങ്കിലും ഒരു സ്റ്റോക്ക് സേഫ്റ്റി സ്റ്റോക്ക് പോലെ കുറച്ചൊരു FD പോലെ ഈവൻ ഇഫ് റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിലും കുറച്ച് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ആയിട്ട് അത് എന്തായാലും ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ അതൊന്ന് കുറച്ച് ഡിഫറെൻറ്റ് സംഭവത്തിലേക്ക് കൊടുക്കുക. ഇപ്പോൾ സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണം, അങ്ങനെ ഇതാണ് ഞാൻ ചെയ്യുന്നത് ബേസിക്കലി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് കരിയർ ബിൽഡിംഗ്. അതായത് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ഒരു പൈസ വേണം, ഈ ഒരു സാലറിയുടെ എമൗണ്ടിലേക്ക് വരണം. അപ്പോൾ ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് ജോലിക്ക് ട്രൈ ചെയ്യുന്നു, ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു, നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകുന്നു. നമ്മൾ പിന്നെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോഴേക്കും അവരുടെ ഡിഗ്രിയോ അല്ലെങ്കിൽ ബിടെക്കോ കഴിയുന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇതാകുമ്പോൾ നമുക്ക് 2 പ്രശ്നം, ജോലി ചെയ്യണം, ജോലി കിട്ടിയില്ലെങ്കിൽ കല്യാണം എന്നുള്ളതായിരിക്കും. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് വില്ല് എടുക്കാം. നമുക്ക് ആദ്യം കിട്ടിയില്ലെങ്കിലും ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുന്നുള്ള കാര്യം ചെയ്യുക. പിന്നെ ജോലിക്ക് കയറിയാലും നമ്മളവിടെ സ്റ്റക്ക് ചെയ്ത് നിൽക്കരുത്. കാരണം എൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിടെക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ജോലിക്ക് കയറി. ജോലിക്ക് കയറിയതിന് ശേഷം 1 വർഷം 2 വർഷം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഹയർ സ്റ്റഡീസ് ചെയ്യണം. അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ പൈസ തരാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് കോച്ചിങ്ങിന് പോകണം. ഇപ്പോൾ ഒരു കാറ്റോ ഇത് എഴുതാനൊക്കെ ആയിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് കോച്ചിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൈസ കൂട്ടി വെക്കാം, എനിക്ക് എന്തായാലും ഹയർ സ്റ്റഡീസ് പോകണം. കാരണം ആ സമയത്ത് ഫാമിലി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ ഹയർ സ്റ്റഡീസ് പോകുന്നത്, നിനക്ക് ഓൾറെഡി ജോബ് ഉണ്ട്, നിനക്ക് ഓൾറെഡി യു ആർ ഏർണിംഗ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ലെസ്, ഇനിയിപ്പോൾ നീ കുറച്ച് നാളുടെ അവിടെ നിന്ന് ഒരു കല്യാണം കഴിക്കാനാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ തീരുമാനിച്ചിരുന്നു, കാരണം എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകണം എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ച്, ഞാൻ തന്നെ പൈസ കൂട്ടി വെച്ച്, ഞാൻ തന്നെ കാറ്റ് കോച്ചിങ്ങിന് പോയി, അത് എഴുതി, എന്നിട്ടാണ് ഞാൻ MBAക്ക് ചേർന്നത്. അപ്പോൾ ഐ വാസ് കെപ്റ്റ് തിങ്കിങ് അബൌട്ട് ദി അതർ ഓപ്ഷൻസ്. നമുക്കിപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഗൂഗിളിലും അല്ലാതെ കുറേ ആർട്ടിക്കിൾസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് എന്താണ് ഹയർ സ്റ്റഡീസ്, എന്താണ് ഫ്യൂച്ചർ ഓപ്ഷൻസ് എന്നുള്ള നമുക്കിപ്പോൾ ഉണ്ട്, നമ്മുടെ ഫിംഗർ ടിപ്പിലുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. കാരണം എപ്പോഴും പൈസയുടെ ആവശ്യമല്ല. നമ്മളിപ്പോൾ ഒരു MBA ആണെങ്കിലും അല്ലെങ്കിൽ വേറൊരു കോഴ്സ് ആണെങ്കിലും ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിനോട്ട് സ്കോളർഷിപ്പിനുള്ള ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. മെയിൻ പ്രശ്നം പെൺകുട്ടികളുടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് ഓക്കെ വീട്ടുകാർ പറയുന്നു കല്യാണം കഴിക്കാൻ, ഞാൻ അത് മാത്രം ചിന്തിക്കുന്നുള്ളൂ.
കുറച്ചൊന്ന് മാറി ചിന്തിക്കുക. നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ബാങ്ക് ലോൺസ് ഉണ്ടാകും, അല്ലെങ്കിൽ സ്കോളർഷിപ്സ് ഉണ്ടാവും. അത് എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ അപ്സ്കിൽ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അങ്ങനെ എന്തെങ്കിലും ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ എല്ലാത്തിനും അവൈലബിലിറ്റി ഉണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യുക, അത് അപ്സ്കെയിൽ ചെയ്യുക. എന്തായാലും ഡെഫിനറ്റ്ലി യു വിൽ റീച്ച് എ ഗുഡ് പ്ലേസ്. ഇത്രയാണ് പറയാനുള്ളത്. Thank you. Thank you, Geetu. Actually, Geetu, you spoke very well. I think you should add more to your bio. I'm not able to find anything. But, since you spoke so well, I was just suggesting. I'll definitely add, because I didn't get much time to update. So I'll do it. I have to think. Thank you, Gayatri. Thank you, Geetu. I was just checking, Vivek, how much more time do we have? How many more people can we add? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം ഇതുവരെ സംസാരിച്ച ആൾക്കാരെ നമുക്ക് ഓഡിയൻസിലോട്ടേക്ക് മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാം. ആതിര, എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ അധികം പേര് ആഡ് ചെയ്യാനുള്ള ഒരു സമയമുണ്ടോ? കാരണം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോ 2.5 മണിക്കൂറാണ്. അപ്പോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇനി ഒരു 30 മിനിറ്റ്സ് മോർ. പക്ഷെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഞാനൊരു 30 മിനിറ്റ്സ് മോർ കൂടിയാണ് സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. So I think will not take much time then. എനിക്ക് ഒരു പിന്നെ I was just informed that Aditya is there as listener, and Aditya has been giving financial sessions for free to close to 30,000 people. Aditya, if you can, I am just trying to add you, if you would like to join. എനിക്ക് തോന്നുന്നത് അതിന്റെ ഏറ്റവും നല്ലൊരു വഴി ആരെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുന്നതാണ്. ഗായത്രീനെയോ അല്ലെങ്കിൽ ആതിരിനെയൊക്കെ ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് കണ്ടുപിടിച്ച് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. ഞാൻ ചുമ്മാ ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോഴാണ് കണ്ടത് സ്ത്രീകൾക്ക് എങ്ങനെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആകാം. വി ഹാവ് എ ടെലിഗ്രാം ഗ്രൂപ്പ്, KOV ടെലിഗ്രാം. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഓഹരി വിപണി എന്ന് പറയുന്നത്. ഇവിടെ ഒത്തിരി ലേഡീസ് അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ച് സംസാരിച്ചു. കുറച്ച് പേര് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. ഐ ആം എൻ ഇൻവെസ്റ്റർ, ഐ ആം എ ടെക്നിക്കൽ അനലിസ്റ്റ്. ഞങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ചാർട്ടിലൂടെ അനലൈസ് ചെയ്യും, എമേർജിങ് തീമുകൾ കണ്ടെത്തും, ഇൻവെസ്റ്റ് ചെയ്യും, ആൻഡ് വി വിൽ ക്രിയേറ്റ് വെൽത്ത്. വളരെ ഈസിയാണ്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു പോയിന്റ്, ആതിരയുടെയൊക്കെ സംസാരം കേട്ടു, ഈവൻ റീസെൻ്റ്ലി ഗീതു പറഞ്ഞു. 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ആതിര പറഞ്ഞ വളരെ പോയിന്റാണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു കാര്യം പറഞ്ഞു, വി ഷുഡ് ഹാവ് എ ഫിനാൻഷ്യൽ ലിറ്ററസി. വി ഷുഡ് ബി ലിറ്ററേറ്റ് ഇൻ ഫിനാൻഷ്യൽ സെക്ടർ എന്നുള്ള രീതിയിൽ. പ്രത്യേകിച്ച് ലേഡീസ്, അവർക്ക് അറിയത്തില്ല പല കാര്യങ്ങളും. പക്ഷെ അവർക്കുള്ള ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് സംസാരിച്ചു. മ്യൂച്വൽ ഫണ്ടിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല, ബിക്കോസ് വി നോ ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ. വി നെവർ ട്രേഡ്. ദ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇസ് ഡിഫറെൻറ്റ്. വി നെവർ ട്രേഡ്, വി ജസ്റ്റ് ഇൻവെസ്റ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയും. 2011 നിങ്ങളെ ഒന്നും എന്താ പറയുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഇറ്റ്സ് മൈ ലൈഫ്. 2011 ഒരു സ്റ്റോക്കിൽ ഞാൻ 70,000 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. 70,000. അത് 70,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 70 രൂപയിൽ ട്രേഡ് ചെയ്ത ഒരു സ്റ്റോക്ക് 1000 ഷെയർ മേടിച്ചു. ഐ സോൾഡ് ഇറ്റ് അറൌണ്ട് 1.2 crores. അതായത് 70,000 രൂപ 1.2 കോടിയിലേക്ക് മാറുന്ന മാജിക്ക് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് എ ബിസിനസ് ആൻഡ് യു ഷുഡ് ലിസ്റ്റ് ദാറ്റ് ബിസിനസ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഇവിടെ ലേഡീസിനെ കുറിച്ച് പറഞ്ഞു, ദേ ഡോണ്ട് ഹാവ് മച്ച് ജോബ്, അല്ലെങ്കിൽ ജോബിനെ കുറിച്ച് പറഞ്ഞു. പലർക്കും പ്രൈവറ്റ് കമ്പനികളിലാണ് ജോബ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് റെഗുലർലി. ബട്ട് ദ തിങ് ഈസ്, യു ഹാവ് ടു notice is, in stock market 95% are making loss. 95% in stock market are making loss. Only 5% are creating wealth. I'm telling, creating wealth. അപ്പോൾ ആ 5% നമ്മൾ എത്തണമെങ്കിൽ we should read,
വി ഷുഡ് ഹാവ് എ പ്രാക്ടീസ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ലേഡീസ് ആണ് എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ്, അവരാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റേഴ്സ്. ഞാൻ കൃത്യമായിട്ട് പറയാണ്. കാരണം ഞങ്ങൾക്ക് ഈ മർമ്മം അറിയാവുന്നത് കൊണ്ട്, എല്ലാ മർമ്മവും അറിയാവുന്നതും കൊണ്ട് ഞങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ ട്രേഡിങ്ങിന്റെയും സപ്പോർട്ടും റെസിസ്റ്റൻസും അതിന്റെ അക്യുമുലേഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഞങ്ങൾ നോട്ട് ചെയ്യും. സ്മാർട്ട് മണി എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ്, HNI കസ്റ്റമേഴ്സ് എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ചാർട്ടിലൂടെ അനലൈസ് ചെയ്യും. ഈ KOV ടെലിഗ്രാം എന്ന് പറയുന്ന ഗ്രൂപ്പ് ബാക്കി ഇന്ത്യയിലെ മറ്റു ഗ്രൂപ്പുകൾ പോലെ അല്ല. വി ആർ ഗിവിങ് ഫ്രീ സർവീസ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് മൈൻഡോട് കൂടി സംസാരിക്കുന്നോ അല്ലെങ്കിൽ അവിടെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളല്ല. കാരണം വി ഹാവ് എ ഗുഡ് ജോബ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പാഷനാണ്. ഇറ്റ്സ് നോട്ട് അവർ പ്രൊഫഷൻ. അപ്പൊ അത് നിങ്ങൾക്കത് പറ്റും. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കാരണം എൻ്റെ കൊളീഗ്സ് ആണ്, ലേഡീസ് ആണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റേഴ്സ്. ഞങ്ങൾക്ക് ഇതിന്റെ ഓരോ സ്പന്ദനങ്ങളും അറിയാവുന്നത് കൊണ്ട്, ഓരോ മർമ്മവും അറിയാവുന്നത് കൊണ്ട്, ഓരോ മർമ്മത്തിൽ എത്തുമ്പോഴത്തേനും ഇത് സെല്ല് ചെയ്യണോ ബൈ ചെയ്യണോ എന്നുള്ള രീതി തോന്നും. പക്ഷെ ഒരു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ലേഡീസിൽ മെജോറിറ്റിയും ദേ കണ്ടിന്യൂസ്ലി ഇൻവെസ്റ്റ്. പക്ഷെ അവർക്കുള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, they invest like Geetu Mohandas said earlier, they invest only in SBI, they invest only in HDFC, well-known blue chips they will invest. But we are not investing in those companies, we are investing in emerging themes. അങ്ങനെയുള്ള കമ്പനികൾ കണ്ടെത്താൻ അവർക്ക് അറിയത്തില്ല. അപ്പം പലപ്പോഴും ഞാൻ പഠിച്ചിട്ട് ഞങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് എമർജിങ് ആയിട്ടുള്ള തീമുകളൊക്കെ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത് പറഞ്ഞു തരും. ബട്ട് ദേ റെഗുലർലി ഇൻവെസ്റ്റ്. ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം താഴ്ന്നു അല്ലെങ്കിൽ തകർന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല രീതിയിൽ റിട്ടേൺ നൽകിയ ഒരു മേഖല എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റാണ്. അതായത് കോവിഡിന്റെ ലോക്ക്ഡൌണിലാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബോട്ടം കണ്ടത്. പക്ഷെ ലേഡീസ് പ്രത്യേകിച്ചും അവര് ചിന്തിക്കുന്നത് ഇറ്റ്സ് എ ഗാംബ്ലിംഗ് എന്നുള്ള രീതിയിലാണ്. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്, 95% ഫെയിൽ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്, ഓൺലി 5% ക്രിയേറ്റ് വെൽത്ത്. അപ്പൊ എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇവിടെ ഒരാൾ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് പറഞ്ഞു. എല്ലാ ബഹുമാനവും ചേർത്തിട്ട് ഞാൻ പറയാണ്, ഇൻ ഇന്ത്യ ക്രിപ്റ്റോ കറൻസി ഈസ് ട്രേഡിംഗ് ഇൻ ക്രിപ്റ്റോ കറൻസി, ഇൻവെസ്റ്റിംഗ് ഇൻ ക്രിപ്റ്റോ കറൻസി ഈസ് നോട്ട് ലീഗൽ. അത് ഒരിക്കലും ഒരു ഗവൺമെന്റ് ലീഗൽ ആക്കാനായിട്ട് സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അവർക്ക് തന്നെ ഒരു ഭീഷണിയായിട്ട് വരാൻ സാധ്യതയുള്ള, അവരുടെ കൺട്രോൾ പോകാൻ സാധ്യതയുള്ള ഒരു കറൻസി ആയതുകൊണ്ട് ദേ വോണ്ട് എന്റർടൈൻ. പിന്നെ നമ്മൾ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി ഒന്നും ഇന്ത്യയിൽ ലീഗൽ അല്ലാത്തതുകൊണ്ട് ഒത്തിരി തട്ടിപ്പ് ആ മേഖലയിലുണ്ട്. ബട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് ഇസ് ലീഗൽ ഇൻ ഇന്ത്യ. മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പൊ ഗീതു പറഞ്ഞു ജിയോജിത്തിൽ പോയെന്ന്. ജിയോജിത്ത് വിൽ ഗീവ് യു ഓൺലി റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ്, അതായത് ദേ വോണ്ട് ഗീവ് യു ഡയറക്റ്റ് ഫണ്ട്സ്. റെഗുലർ ഫണ്ട്സുകൾക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോജിത്ത് അതിന്റെ ഇടനിലക്കാരനായതുകൊണ്ട് ദേ വിൽ ഗെറ്റ് കമ്മീഷൻ ഫ്രം ദാറ്റ്. സോ മ്യൂച്വൽ ഫണ്ടുകൾ വേണം. യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്. റെഗുലർ ആയിട്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലെ പോകാം. ദെൻ യു ഷുഡ് ഫൈൻഡ് എമർജിങ് തീം. എമർജിങ് തീം എന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു കമ്പനിയിൽ, ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അവിടെ എനിക്ക് ഫസ്റ്റ് ഇനീഷ്യൽ സാലറി വാസ് ഇൻ 2005. മൈ ഫസ്റ്റ് ജോബ് വാസ് ഇൻ അറൌണ്ട് 2005-2006. 14,000 ആണ് എനിക്ക് കിട്ടിയ സാലറി. നൗ ഐ എം ഗെറ്റിംഗ് ഡിവിഡൻഡ് മോർ ദാൻ 20 lakhs per year. I am not getting salary of 20 lakhs. I am getting dividend from the share of one of the biggest IT company in India. അതാണ് നമ്മൾ ഒരു ഷെയറിൽ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം സാധിക്കും. ലേഡീസിന് ഞാൻ മനസ്സിലാക്കി, ദേ ഡോണ്ട് ഹാവ് മച്ച് നോളജ്. സോ ഐ ആം ഓൾവേസ് വെൽക്കമിങ് യു ടു അവർ ടെലിഗ്രാം ചാനൽ, KOV Telegram. You can come there. We have a lot of classes of technical analyst. We have a lot of classes of fundamental analyst. എല്ലാം നമുക്ക് പഠിക്കാം. നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യു ക്യാൻ മേക്ക് മണി ദാൻ യുവർ സ്പൗസ്. ഓക്കെ, താങ്ക് യു.
ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ലൈക്ക് നമ്മൾ ടോപ്പിക്കിൽ ഓൾറെഡി പറഞ്ഞു എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാം എന്നുള്ളത്. അപ്പം ബേസിക്കലി ഈ കാര്യങ്ങളോടൊപ്പം തന്നെ നമ്മൾ പുറത്ത് പോയി ഒരു ജോലി എടുക്കുന്ന പ്രാധാന്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തേണ്ടതുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ക്ലാസ് ആദ്യം അതിൻ്റെ ടേമിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ അതിന് ശരിക്കും ഒരു വേറെ തന്നെ വേണ്ട ഒരു സെഷൻ കൊടുക്കണമെന്നാണ് അല്ലേ എല്ലാവരുടെയും അഭിപ്രായം? കറക്റ്റ് ആണ് വഫ. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു സെഷനാണ്. കാരണം ഇപ്പൊ ഓഡിയൻസിൽ പലരും പല ലെവലിലുള്ളവരായിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ എവിടുന്നേലൊക്കെ കേട്ട് തുടങ്ങണമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു രീതിയിലും കേൾക്കാത്തവർക്ക് ഇതൊരു നല്ല തുടക്കമാണ്. പക്ഷെ ഇത് ഇവിടെ നിർത്തരുത്. അതേപോലെ കൂടുതൽ ചർച്ചകൾ ഇതുപോലുള്ള നേരത്തെ ആതിര പറഞ്ഞതുപോലെ കൂടുതൽ ചർച്ചകളിൽ പങ്കെടുക്കുക. ഞാൻ എന്താ പറയുക, ബിഗിനേഴ്സ് ആയിട്ടുള്ളവരോടാണ് പറയുക. ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിത് കുറച്ച് ഭയങ്കര ഓവർ ആണെന്നൊക്കെ തോന്നും. പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും എവിടെയൊക്കെയോ കേട്ട് തുടങ്ങിയിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതും കൂടുതൽ പഠിക്കുന്നതും അറിയുന്നതും. ഓക്കെ, എന്നാൽ നമുക്കിനി അടുത്ത സ്പീക്കറിലേക്ക് പോകാം അല്ലെ? ഗായത്രി, ആരായിരിക്കും ഓർഡറിൽ? നമുക്ക് അടുത്ത ഓർഡറിൽ ഹവീനയാണ്. ഹവീന സംസാരിച്ചോളൂ. ഓക്കെ, ആക്ച്വലി ഞാനിവിടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എങ്ങനെയെന്നുള്ള കാര്യം ഞാനും എല്ലാവരുടെ കയ്യിൽ നിന്ന് കേൾക്കുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടെന്നൊരു ചോദ്യത്തിന് എനിക്കൊരു എന്റെ ലൈഫും എന്റെ അമ്മയുടെ ലൈഫും കൂടെ കമ്പയർ ചെയ്തിട്ട് ഞാൻ ലൈഫിൽ കണ്ട കാര്യം എന്തുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആവണമെന്നൊരു ജസ്റ്റ് ഒരു ക്രിസ്പായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സ്പീക്കേഴ്സിലേക്ക് കയറിയത്. സോ ജസ്റ്റ് അതായത് ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നത് അമ്മ അടുക്കളയിൽ മാത്രം നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലായിരുന്നു അമ്മ. പക്ഷെ അമ്മ ഒരിക്കലും അമ്മയ്ക്ക് വേറെ വക എന്താ പറയാ തയ്യല് പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുണ്ട്, ഹോം സയൻസ് പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അമ്മ വീട്ടില് ഈ ഡൊമസ്റ്റിക് വയലൻസ് മുതൽ ഈവൻ എന്നോട് വരെ സെക്ഷൽ അബ്യൂസ് വരെ ഉണ്ടായിരുന്നു, ഫാദർ ബ്രദർ ഇവരെല്ലാം. എങ്കിൽ പോലും ഒരിക്കൽ പോലും അമ്മയ്ക്ക് ആ വീട്ടിൽ നിന്ന് എന്നെയും രക്ഷപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വലുതായി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഒപ്പീനിയൻ ആയി കഴിഞ്ഞിട്ടുള്ളതല്ല, അതിന് മുന്നായപ്പോഴും ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ പോലും എന്നെയും കൊണ്ട് രക്ഷപ്പെട്ട അമ്മയുടെ സ്വന്തം കാലിൽ നിന്നിട്ടായാൽ പോലും നോക്കണമെന്നോ ഒന്നും ഒരിക്കലും അമ്മയ്ക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാനും അവിടെ ക്ഷമിച്ച് എല്ലാം ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ അവിടെ തന്നെ നിൽക്കണം. ഈവൻ വലുതായി കഴിഞ്ഞിട്ടും എന്നോട് പറയുന്നത് അതായിരുന്നു, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കണം, നീ ക്ഷമിക്കുന്നല്ലാതെ എന്നോട് ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ വാശിപ്പുറത്ത് ഞാനൊരു +2 ആയപ്പോ മുതല് +2 കഴിഞ്ഞപ്പോ മുതൽ +2 കഴിഞ്ഞപ്പോ എന്നെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പൂട്ടിയിട്ട് എന്നെ ഞാൻ ഇനി പുറം ലോകം കാണില്ല എന്ന് വരെ ഞാൻ വിചാരിച്ചതാ. അങ്ങനെ ഒരു ഹോം അറസ്റ്റും കൂടെ ആയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൾമോസ്റ്റ് എല്ലായിടത്തും അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് പള്ളിയിൽ പോവാന്ന് പറഞ്ഞിട്ടാ പോയത്. പള്ളിയിൽ പോവാന്ന് പറഞ്ഞ് പോയി നേരെ ഒരു അമ്മയുടെ ഫ്രണ്ടിന്റെ പരിചയത്തിലുള്ള ഒരു കോളേജിൽ പോയി അഡ്മിഷന് ശ്രമിച്ചു. എന്നിട്ട് ഞാൻ അങ്ങനെ അവിടെ ഡിഗ്രിയുടെ പേപ്പേഴ്സ് ശരിയാക്കി ഓൾമോസ്റ്റ് ആയപ്പോഴത്തേക്ക് അത് വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ ബ്രദർ അത് കീറി കളയുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ വേറെ ട്രൈ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചതൊക്കെ. എനിക്ക് ഒരിക്കലും അമ്മ നേരെ പറഞ്ഞ ഓപ്ഷൻസ് എനിക്ക് വേണ്ടി കണ്ടെത്തിയ ഓപ്ഷൻ ഞാൻ പൈസയുള്ള ഒരാളെ കല്യാണം കഴിക്കണം, അന്ന് വേണം ഇതാവാൻ എന്നൊക്കെ എന്റെ അടുത്ത് അഡ്വൈസസ് തന്നോണ്ടിരുന്നത്. അതേസമയം ഞാൻ ശ്രമിച്ചത് നേരെ എനിക്ക് പഠിച്ചൊരിടത്ത് ജോലിക്ക് കയറി എനിക്ക് എന്റെ അമ്മയും കൊണ്ട് എനിക്ക് അവിടുന്ന് മാറണം, ആ വീട്ടിൽ നിന്ന് പോകണം എന്നായിരുന്നു എന്റെ എയിം. അതേസമയം അമ്മ ഈ പറഞ്ഞ പോലെ നേരെ തിരിച്ചാണ് എന്നെ കൊണ്ട്. ഞാൻ എങ്ങനെയും അമ്മയെ പോലെ ആവണം, അമ്മയെ പോലെ ഒത്തിരി പൈസയുള്ള ഒരാളെ കെട്ടിയിട്ട് ഞാൻ അടുക്കളയിൽ നിൽക്കണം, അതായിരുന്നു അമ്മ എന്നെ കുറിച്ച് കണ്ട സ്വപ്നം. അതേസമയം ഞാനത് കേൾക്കാണ്ട് +2 കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ആ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത ടൈം മുതൽ ഞാൻ കംപ്ലീറ്റ്ലി ഹോസ്റ്റൽസിലേക്ക് മാറി. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ആഡ് ഓൺ കോഴ്സായിട്ട് ഇതുപോലെ ചെറിയ ഹോം ലിവിങ് മാനേജ്മെന്റ് അങ്ങനെ 1-2 കോഴ്സസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിനകത്ത് ഈ ത്രെഡിങ്ങും സാധനങ്ങളും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പഠിപ്പിച്ചു. അപ്പൊ ഞാൻ ആ സമയത്ത് വല്ലപ്പോഴും വീട്ടിൽ പോകുമ്പോ ഒക്കെ ബസ് ടിക്കറ്റിനുള്ളൊക്കെ പൈസയൊക്കെ ഒരു 20 രൂപ 30 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ഈ ത്രെഡിങ്ങിനുള്ള പൈസ. അത് ത്രെഡ് ചെയ്ത് ഹോസ്റ്റലിലെ പിള്ളേർക്ക് ത്രെഡ് ചെയ്ത് കൊടുത്തൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ അതായിരുന്നു ബസ് ടിക്കറ്റിനൊക്കെ ഉള്ള പൈസ ഉണ്ടാകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏകദേശം 1 വർഷത്തോളം ഞാൻ വീട്ടിൽ പോയിട്ടില്ല. അതിന് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ പിന്നെ ഡിഗ്രി ടൈമിൽ ഞാൻ അമ്മ നിർബന്ധിച്ചിട്ട് വീട്ടിൽ പോയി തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഡിഫറെന്റ് സ്ട്രാറ്റജി എന്നുള്ള പോലെ എനിക്ക്, അതായത് പഠിക്കാൻ എനിക്ക് എങ്ങനെയും പഠിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് മുന്നോട്ടുള്ള വലിയ വലിയ ഫീസുകൾ കൊടുക്കണമെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ അത്യാവശ്യം വീട്ടില് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം ആ പൈസ, അതായത് എനിക്ക് അങ്ങനെയല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വിനിയോഗിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇവരെനിക്ക് കൊണ്ടുവന്ന വെഡിങ് പ്രപ്പോസൽ ആണ്. ഞാൻ നോ പറയത്തില്ല. ഒരുപാട് പെണ്ണുകാണലിൽ നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നാലാവുന്ന രീതിയിൽ അത് മുടക്കാനൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെ അതൊക്കെ മുടങ്ങിപ്പോയി. അപ്പൊ എനിക്ക് പഠിച്ച് ഞാൻ MBA ചെയ്തു. MBA ഇതുപോലെ MBA അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി, ഞാൻ ഇൻഫോ പാർക്കില് ജോലിക്ക് കയറി. ജോലിക്ക് കയറിയ അന്ന് എന്നെ വീട്ടീന്ന് പെണ്ണ് ജോലിക്ക് കയറി ഈ കുടുംബം മുട്ടിക്കാനാണെന്ന് പറഞ്ഞൊരു പ്രാഗിയാണ് അവിടുന്ന് ഇറക്കി വിട്ടത്. എന്നിട്ട് പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞ് പിന്നെ ഫാദറും എല്ലാം കൂടെ എങ്ങനെയെങ്കിലും എന്നെ അവിടുന്ന് ഇറക്കി വിടാനുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ അവർ അതിനുള്ള സ്ട്രാറ്റജി പലതും നോക്കി ഒരു ദിവസം ഒരു റീസൺ കണ്ടുപിടിച്ച് എന്നെ അടിച്ച് അവിടുന്ന് ഇറക്കി വിട്ടു. ഇറക്കി വിട്ടെങ്കിൽ പോലും അന്ന് ഞാൻ പ്രതീക്ഷിച്ചത് അമ്മ എൻ്റെ കൂടെ വരും. അമ്മയ്ക്കും കിട്ടിയായിരുന്നു കുറെ തല്ല്. അമ്മ എൻ്റെ കൂടെ വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞു ഞാൻ ക്ഷമിച്ചിട്ട് വീണ്ടും അമ്മയുടെ പഴയ പല്ലവി. അമ്മ എന്നും ഒരു കാര്യങ്ങൾ മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. തിരിച്ചു വരാൻ പറഞ്ഞു. ഞാൻ പോയില്ല. പക്ഷെ ആ സമയത്ത് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് വിചാരിച്ച സമയത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഡിപ്രഷൻ സ്റ്റേറ്റിലേക്കും കൂടെ പോയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സൈക്കോളജി ടെസ്റ്റിന്റെ അടുത്ത് പോയി. ട്രീറ്റ്മെന്റ് ഒക്കെ എനിക്ക് എടുക്കേണ്ട വന്നു കുറച്ച് നാള്. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ട്രാവൽ ചെയ്ത് ഞാൻ ഇതുപോലെ ഒരു സോളോ ട്രിപ്പാണ് പോയത്. അമ്മ പുറകോട്ട് പിടിച്ചപ്പോൾ ഞാൻ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞൊരു ലേഡീസിന് വേണ്ടി ഒരു ട്രാവൽ ഗ്രൂപ്പും തുടങ്ങി. അതാണ് ഹെർ ഹോളിഡേയ്സ്, DP-യിൽ കാണുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ അതും തുടങ്ങി. ഞാൻ ഇപ്പോ 30 വയസ്സായി. ഇപ്പൊ ഞാൻ ഇപ്പം ഈ ഒരു 1.5 വർഷമായിട്ട് നമ്മുടെ കോവിഡിന്റെ ഇടയ്ക്ക് ട്രാവൽ നിന്ന് പോയെങ്കിലും 2018 ഒക്ടോബർ തൊട്ട് നമ്മുടെ കോവിഡ് തുടങ്ങുന്ന മാർച്ച് 2020 വരെ ഏകദേശം 21ഓളം ട്രിപ്പുകളൊക്കെ എനിക്ക് പോകാൻ സാധിച്ചു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഞാൻ മുന്നോട്ട് വന്നുകൊണ്ട് മാത്രമാണ്. അല്ലാതെ പക്ഷെ അമ്മ പിടിച്ചെടുത്ത് ഞാൻ എവിടെയോ നിന്നിരുന്നെങ്കിൽ ഞാനും ഇന്ന് ഏതെങ്കിലും ഒരു അടുക്കളയിൽ ഉണ്ടാവുമായിരുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാൻ അമ്മയെ പോലെ ആവുള്ളായിരുന്നു. അമ്മയ്ക്ക് കയ്യിൽ കഴിവുണ്ടായിട്ട് അമ്മ അത് ഉപയോഗിക്കാതെ അമ്മ വിട്ടത് കൊണ്ട് അമ്മ ഇപ്പോഴും അവിടുത്തെ അടുക്കളയിൽ ഇപ്പോഴും ഉണ്ട്. അമ്മ എൻ്റെ കൂടെ വന്നിട്ടുമില്ല. അമ്മ തിരിച്ചു പോവാണ് ഉണ്ടായത്. ഒരിക്കൽ ഞാൻ കൊണ്ടു നിർത്താൻ നോക്കി. എന്നിട്ടും അമ്മയ്ക്ക് ഇവിടെയുള്ള സൗകര്യങ്ങൾ പോരാന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ അടുക്കളയിലുള്ള പാത്രം കഴുകാൻ പോയി. അങ്ങനെ ആ ഒരു ഇതാണ് അമ്മയുടെ ചോയ്സ് ആണ്. അമ്മ അങ്ങ് ഞാൻ ഇതാക്കി വിട്ടു. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ പക്ഷെ എൻ്റെ ഇതിലേക്ക് തിരിയാണ് ചെയ്തത്. അപ്പൊ കംപ്ലീറ്റ്, അതായത് ഞാൻ വലിയ ലക്ഷൂറിയസ് ലൈഫ് അല്ല, വാടക വീട്ടിലാണ് കിടക്കുന്നത്. പക്ഷെ സ്റ്റിൽ എനിക്കൊരു ജോലിയുണ്ട്. ജോലി ഉള്ളത് കൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രം ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പെൺകുട്ടികളോട് എനിക്ക് എല്ലാവരോടും കോമൺ ആയിട്ട്, പെൺകുട്ടികളെന്ന് ആരും ആയിക്കോട്ടെ, ഓവറായിട്ട് അബ്യൂസ് ഫേസ് ചെയ്യുന്ന ആർക്കും ഒരു സൊല്യൂഷൻ ആണ് നന്നായി പഠിക്കുക, ജോലിക്ക് കയറുക. ചെറുതോ വലുതോ ജോലി എന്നുള്ള വൈറ്റ് കോളർ ജോബ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്തു ആയാലും പഠിക്കുക, ജോലിക്ക് കയറുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ എനിക്ക് കേൾക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് പറഞ്ഞേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു ഹവീന. വിവേക്, നമുക്ക് ആക്ച്വലി ഓർഡർ വൈസ് ആദ്യം സ്വരൂപാണ്. പക്ഷെ നമ്മുടെ കൂടെ ഈ ഒരു ബാങ്കിങ് മേഖലയിൽ, ഐ മീൻ ഈവൻ ടെക്നിക്കൽ സൈഡിലും ഒക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള VK ആദർശ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് വി ഷുഡ് ലിസൺ ടു ഹിം സ്പീക്ക്. ഷുവർ ഗായത്രി, അദ്ദേഹം സംസാരിക്കട്ടെ. ആദർശ്. ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് 1-2 മിനിറ്റ് കൊണ്ട് കാര്യം പറയാം. ഒന്ന്, സ്ത്രീകൾക്ക് എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കരുതേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന ഇപ്പോൾ മാസം ശമ്പളം ആയിക്കോട്ടെ, നിങ്ങളുടെ സംരംഭത്തിൽ നിന്നുള്ള വരുമാനം ആയിക്കോട്ടെ, എങ്ങനെയായാലും നിങ്ങളുടെ കയ്യിൽ വരുന്ന പണം എന്തായാലും ഒരു ഭാഗം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ അത് ജോലി ചെയ്യുന്നവരായാലും അൺഓർഗനൈസ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരായാലും, ഒരു 3-4 മാസത്തെ ശമ്പളമെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിലോ എന്തെങ്കിലും ഒരു സംവിധാനത്തിൽ എളുപ്പം എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയിട്ടിരിക്കണം. കാരണം എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് വന്നാലും നമ്മൾ പെട്ടെന്ന് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു 3-4 മാസം കൊണ്ട് നമ്മുടെ ഈ നെറ്റ്വർക്കിനകത്ത്, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾക്കകത്ത് വെച്ച് തന്നെ നമുക്ക് വേറൊരു ജോലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു നേട്ടം. ഇനി അല്ല, സുസ്ഥിര വരുമാനം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഉദാഹരണത്തിന് പല കേസിലും ഞാനിപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താണ്, നമുക്ക് ഇതിനകത്തിരിക്കുന്നവരുടെ എല്ലാ ഏജ് ഗ്രൂപ്പ് ഒരു 45-ന് താഴെയാണെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ അതിന് തൊട്ട് മുമ്പാണെങ്കിൽ ഇപ്പം ഞാനൊക്കെ നമ്മളൊക്കെ ജനിച്ചു വന്ന സമയത്ത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പലപ്പോഴും പിന്നെ അമ്മയുടെ കൂട്ടുകാർക്ക്, അമ്മ ജോലിക്കാരി അല്ലായിരുന്നു, അമ്മയുടെ കൂട്ടുകാരൊക്കെ പറയുന്ന വർത്തമാനം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കിട്ടുന്ന ശമ്പളം മുഴുവൻ അവരുടെ ഭർത്താവിനെ ഏൽപ്പിക്കും, ആ വീട്ടിലെ അച്ഛനെ ഏൽപ്പിക്കും. അച്ഛനാണ് അമ്മയുടെ ശമ്പളം പോലും എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതിയായിരിക്കും. ഇതങ്ങനല്ല. ഉദാഹരണത്തിന് പിന്നെ സ്ത്രീകൾക്ക് വരുന്ന വരുമാനം എത്രയാണെന്ന് ചെക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അത് നല്ലത് തന്നെയാണ്, അങ്ങനെ വേണം കാര്യം പോകാൻ. കാരണം രണ്ടുപേരും വളരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകും എന്ന് പറയുന്നതിനകത്ത് രണ്ടുപേരുടെ വരുമാനം അവരവരുടെ ആവശ്യത്തിന് ചിലവാക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നല്ലത്. പിന്നെ പൊതുവായി ഹോം ലോണോ വല്ലതും രണ്ടുപേരുടെയും പേര് എടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ രീതിയിൽ EMI അടച്ചു പോകട്ടെ എന്നുള്ളത്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കാനുള്ള കാര്യം, സ്ത്രീകൾക്ക് എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാം എന്നുള്ള ചോദ്യത്തിൻ്റെ കാതൽ വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത്, നിങ്ങൾ എത്രയും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ റിട്ടയർമെൻറ്റ് ജീവിതം നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ഒരു പെൻഷൻ പ്ലാൻ NPS വളരെ വളരെ നല്ല, അതായത് ലോഡ് വളരെ കുറവായതും നല്ല റിട്ടേൺ തരുന്നതും നമ്മുടെ റിട്ടയർമെന്റ് സമയത്ത്, അതായത് ഒരു പെൻഷൻ ഉറപ്പാക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ഒരു NPSനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. രണ്ട് എന്ന് പറയുന്നത്, ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യവും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറയാൻ കാര്യം, അത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ എടുക്കാം. അത് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് മാത്രമല്ല, അതിന്റെ വിടവ് കാലം, അതായത് എടുത്തു വെക്കുക, അതിന്റെ എന്നാണോ അത് പുതുക്കേണ്ടി വരുന്നത്, അത് ഒരു കാരണവശാലും അതിനകത്ത് കാലവിളംബം വരാതെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-4 തവണ കൃത്യമായി പുതുക്കി പോയാലേ എല്ലാ അസുഖങ്ങളും അതിനകത്ത് കവർ ആവത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. രണ്ട് ഗുണമാണ് ഇതിനുള്ളത്. ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. ഒന്ന്, പെട്ടെന്ന് ജോലി ഇല്ലാതാവുന്നു, അടുത്ത ജോലി കണ്ടുപിടിക്കുന്നത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു 3-4 മാസം ശമ്പളം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒന്ന്. അവിടെ നമുക്ക് ഫിനാൻഷ്യലി ഒരു പരിധിവരെ ഇൻഡിപെൻഡൻ്റ് ആവാം. രണ്ടെന്ന് പറയുന്നത്, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു അശനിപാതകം പോലെ നമുക്ക് എന്തെങ്കിലും അസുഖം വല്ലതും വന്നു കഴിഞ്ഞാൽ രോഗത്തിന്റെ പീഡയല്ല, അതിനോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയുള്ള ചികിത്സാ ചെലവ് കണ്ടെത്തുന്ന ഒരു ബുദ്ധിമുട്ടുകൂടെ നമ്മുടെ തലയിൽ വന്ന് വീഴും. അപ്പൊ അങ്ങനെയുള്ള കേസിനകത്ത് നമുക്കൊരു ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞാൽ എന്താ പറയാ, ഒരു 5 ലക്ഷം രൂപയുടെയൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കാനാണെങ്കിൽ 40 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 10,000 രൂപയുടെ റേഞ്ചിനകത്ത് നമുക്ക് ചിലവാക്കേണ്ടി വരുന്നുള്ളൂ ഒരു വർഷം. പക്ഷെ ആ ഒരു 5,000 രൂപ കൊണ്ട് നമ്മുടെ ഈ വലിയ ഹെൽത്തിന്റെ ചിലവാണ് നമ്മൾ ഒരു 5,000 രൂപ കൊണ്ട് കവർ ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പം നമുക്ക് എന്താണ്, നമുക്ക് അസുഖത്തിന്റെ പീഡ മാത്രം നോക്കിയാൽ മതി, അല്ല അസുഖത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് മാത്രം നോക്കിയാൽ മതി. അതിന്റെ പണം കണ്ടെത്തുന്നത് നമുക്കോ നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കോ വലിയൊരു ബാധ്യതയായി മാറില്ല എന്നുള്ള ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. അതായത് ഒന്ന്, നിങ്ങൾക്കൊരു നല്ല പിന്നെ പെൻഷൻ പ്ലാൻ ഉണ്ടായിരിക്കുക. രണ്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു വളരെ സെക്യൂറായ അല്ലെങ്കിൽ വളരെ ഫ്ലെക്സിബിൾ ആയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്കെല്ലാം പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെക്യൂർ ആയ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങളുടെ മിച്ച സമ്പാദ്യം കൊണ്ടിടുക. അത് സ്വർണ്ണമായിക്കോട്ടെ, അത് മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, അത് ബാങ്കിന്റെ റെക്കറിംഗ് ഡിപ്പോസിറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്തിൽ അതുകൊണ്ട് ഇടാവുന്നതാണ്. ഇതാണ് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന സാധനം. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട്, വളരെ ക്രിസ്പായിട്ട് സംസാരിച്ചു. ഐ തിങ്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ ആദർശിനെ എന്തായാലും നമുക്ക് വേണ്ടി വരും സംസാരിക്കാനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ സ്പീക്കിംഗ് ആദർശ്. ആൻഡ് നമുക്കിനി അടുത്തത് സ്വരൂപിലോട്ട് പോകാം. ഹലോ, കേൾക്കുന്നുണ്ട് സ്വരൂപ്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ആക്ച്വലി ഞാനിവിടെ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. എനിക്ക് മുമ്പ് ഒന്ന് സംസാരിച്ചു പോയത് കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ 2 പേരാണ്. ഒന്ന് ആദിത്യ സാറാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിലെ ഒരു കേരളത്തിൽ തന്നെ ടോപ്പ് മോസ്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരാളാണ്. അതുപോലെ ആദർശ് സാർ. ഇത് രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതൊക്കെ എല്ലാവരിലേക്കും എത്തണം എന്നാണ് പറയാനുള്ളത്. സ്ത്രീകൾക്ക് വേണ്ടി ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇവരുടെ ചർച്ചകളോ ഡിസ്കഷൻസോ കൂടെ കൊണ്ടുവരണം. എനിക്ക് തോന്നിയിട്ട് 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ചെറുപ്പം മുതൽ തന്നെ സ്ത്രീകൾ അധികം മണി മാനേജ് ചെയ്യാൻ നമ്മൾ അനുവദിക്കാറില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഇതിനൊരു താല്പര്യമില്ലാത്ത രീതിയിൽ സ്ത്രീകൾ മാറി നിൽക്കാറ്. പക്ഷെ അവർക്ക് നെസസിറ്റി ആയി ഫീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ നന്നായി മണി മാനേജ് ചെയ്യുന്ന സ്ത്രീകളാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി, അതിപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇല്ല. നമ്മുടെ കേരളത്തിൽ ബേസിക് നമ്മളെ അക്കാഡമിക്സിലൊന്നും ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചിട്ട് ലിറ്ററസി കൈവരുന്നുള്ളൂ. എനിക്ക് പറയാനുണ്ടായിരുന്നത്, ഇതുപോലത്തെ ക്ലാസ്സുകൾ കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് ഇതിനകം ഷെയർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രേ പറയാനുള്ളത്. താങ്ക്സ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയതിന് വലിയ താങ്ക്സ്.